الذي أسرى بعبده من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ഇഹപര ജീവിതങ്ങളിൽ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ തഖ്വയിലൂടെ ജീവിതത്തിൽ അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് പ്രതിഫലമായി സ്വർഗമേറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസം വളരെ ചരിത്ര പ്രാധാന്യമുള്ള മാസമാണ്. മുമ്പൊരു ഖുതുബയിൽ റജബ് മാസത്തിന്റെ പവിത്രതയെക്കുറിച്ചും ആ പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പവിത്രതയും പുണ്യവുമൊക്കെ ഈ മാസത്തിനുള്ളതോടൊപ്പം തന്നെ ചരിത്രപരമായി വളരെ സവിശേഷമായ സ്മരണകൾ ഉയർത്തുന്ന ഒരു മാസം കൂടിയാണ് റജബ് മാസം എന്ന് പറയുന്നത്. അതിലേറ്റവും സവിശേഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇസ്രാ മിഅ്റാജുകൾ, പിന്നീട് തബൂക്ക് യുദ്ധം, പ്രവാചകന്റെ കാലത്തിന് ശേഷം നമ്മളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കാലത്തെ എടുത്താൽ ഖുദ്സിന്റെ വിമോചനം സാധ്യമാക്കി അൽ മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്തേക്ക് 88 വർഷത്തെ അധിനിവേശത്തെ അവസാനിപ്പിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ആവേശമായ സലാഹുദ്ദീൻ അയ്യൂബി കടന്നുവന്ന ചരിത്ര സന്ദർഭം. ഇതൊക്കെയും റജബ് മാസത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ അത്തരം ഓർമ്മകൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തെടുക്കുന്നതോടൊപ്പം ചരിത്രത്തിൽ മാത്രമല്ല ഈ റജബ് വർത്തമാനത്തിലും പുതിയ ചരിത്രമാവുകയാണ് എന്ന് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നുബുവത്ത് ലഭിച്ചതിന് ശേഷമുള്ള തന്റെ ഇസ്ലാമിക പ്രബോധന ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന കുടുംബം വഫാത്തിലൂടെ വിയോഗപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിൽ പ്രവാചകന് ധൈര്യമേകി, ആശ്വാസമേകി
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഅ്ജിസത്താണ്, അമാനുഷികമായ സംഭവമാണ് ഇസ്രാ മിഅ്റാജുകൾ എന്ന് പറയുന്നത്. വഹയിന്റെ ആദ്യ പാഠങ്ങൾ ഏറ്റുവാങ്ങി തിരിച്ചു പോരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമയെ ഒരു മലക്കെന്നുള്ള നിലക്കുള്ള സാക്ഷാൽ രൂപത്തിൽ ദർശിച്ചതിന്റെ അങ്കലാപ്പിലും ആദിയിലും ഭയത്തിലുമൊക്കെയായി അസ്വസ്ഥനായി വീട്ടിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാഹി ലൻ യുഖ്സിയകല്ലാഹു അബദാ, താങ്കൾ ബേജാറാവേണ്ടതില്ല, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു ഒരിക്കലും താങ്കളെ വഷളാക്കി കളയുകയില്ല, താങ്കൾ നിർമ്മിക്കുകയില്ല എന്ന ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞ് താങ്ങും തണലുമായി വർത്തിച്ചവരായിരുന്നു റസൂലിന്റെ പ്രിയപത്നി മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ ഏതളവിൽ റസൂലിന്റെ ജീവിതത്തിൽ ഒരു കുടുംബിനി എന്നുള്ള നിലക്ക് താങ്ങും തണലുമായിരുന്നു എന്നത് വലിയ ഒരു പഠന വിഷയമാണ്. സമ്പത്ത് കൊണ്ട് റസൂലിന് താങ്ങും തണലുമായി വർത്തിച്ചവരായിരുന്നു അവർ. അതല്ലാത്ത നിലക്ക് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വഹയിന്റെ ആദ്യാനുഭവത്തിൽ പതറിപ്പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പതർച്ചയിൽ നിന്ന്, ആ അങ്കലാപ്പിൽ നിന്ന് ആശ്വാസവചനങ്ങൾ നൽകി കൈപ്പിടിച്ചുയർത്തുന്നത് മഹദി ഖദീജയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ തന്റെ ജീവിതത്തിൽ ദീർഘകാലം താങ്ങും തണലുമായി വർത്തിച്ച പ്രിയപത്നി വിയോഗപ്പെട്ടുപോയ വർഷമാണ് നുബുവത്തിന്റെ 10ാം വർഷം. അത് മാത്രമല്ല, ഇസ്ലാമിക പ്രബോധന ജീവിതത്തിൽ തനിക്ക് സംരക്ഷണമേകി പോന്നിരുന്ന അബൂ ത്വാലിബ് എന്ന് പറയുന്ന തന്റെ സംരക്ഷകൻ റസൂലിന് നഷ്ടപ്പെട്ടു പോയ വർഷം കൂടിയാണ് നുബുവത്തിന്റെ 10ാം വർഷം. ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന വർഷമാണ്. ഈ രണ്ട് വിയോഗങ്ങളിൽ അങ്ങനെയാണ് കുടുംബത്തിൽ നമുക്ക് വലിയ താങ്ങും തണലുമായി വർത്തിച്ചിരുന്ന വൻമരങ്ങൾ അല്ലാഹുവിന്റെ വിധിപ്രകാരം മരണത്തിന് കീഴടങ്ങി വിടവാങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ശൂന്യത, അരക്ഷിത ബോധം, അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തതുമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകപ്പെട്ടുപോയ ഒരു സന്ദർഭത്തിൽ ഭൂമിയിൽ നിന്നുള്ളതല്ലാത്ത വലിയൊരാശ്വാസവും ധൈര്യവും റസൂലിന് ആവശ്യമായിരുന്നു എന്ന് വന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിക്കൊടുത്ത അമാനുഷികമായ ഒരു സന്ദർഭമായിരുന്നു ഇസ്രാ മിഅ്റാജുകൾ എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ആ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നതൊരു അമാനുഷികമായ സംഭവമായിരുന്നു എന്നതാണ്. പ്രവാചകന്റെ പ്രവാചകത്വത്തെ അടയാളപ്പെടുത്തുന്ന, അതിൽ ഉള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ തന്നെയും അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന, ജനങ്ങൾക്ക് മുമ്പിൽ, അക്കാലത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടമായ ഒരു വലിയ അമാനുഷികമായ സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായും
ആദരവായും ധൈര്യം പകരായും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും റസൂലിന്റെ ഒരു ജീവിതവും റസൂലിന്റെ വഫാത്തും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് മക്കയും മദീനയും അതിന്റെ പരിസരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. അതേ സമയത്ത് ആ മക്കയുടെയും മദീനയുടെയും പരിസരം വിട്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിദൂരമായ മറ്റൊരു മണ്ണ് അതിപ്രധാനമാണ്. അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു പുണ്യഗേഹമാണ് എന്ന ആഴത്തിൽ അമർത്തി പറയുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു റസൂലിന്റെ ഇസ്രാ മിഅ്റാജുകൾ എന്ന് പറയുന്നത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഇസ്രാഇന്റെ പര്യവസാനം അത് അൽ മസ്ജിദുൽ അഖ്സയിലാണ്. സിദ്റത്തുൽ മുൻതഹയോളം ചെന്നിട്ടുള്ള, അല്ലാഹുവിന്റെ സന്നിധിയോളം ചെന്നെത്തിയിട്ടുള്ള പ്രവാചകന്റെ നിശാപ്രയാണം മിഅ്റാജ് എന്ന് പറയുന്ന അമാനുഷികമായ സംഭവം, അതിന്റെ തുടക്കം അൽ മസ്ജിദുൽ അഖ്സയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ അംബിയായി, സകല പ്രവാചകന്മാരുടെയും ഇമാമായി പ്രതിഷ്ഠിക്കപ്പെട്ട നമസ്കാരം സംഭവിച്ചിട്ടുള്ളത് ആ അൽ മസ്ജിദുൽ അഖ്സയിലാണ്. ഈ അർത്ഥത്തിൽ ധാരാളം സന്ദേശങ്ങൾ പ്രദാനം ചെയ്യുന്ന, നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൂടി ഖുദ്സ് പ്രധാനമാണെന്നും അൽ മസ്ജിദുൽ അഖ്സ പ്രധാനമാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭം കൂടിയാണ് ഇസ്രാ മിഅ്റാജുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സവിശേഷമായ ഒരു സന്ദർഭം റജബ് മാസത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഹിജ്റ 9-ാം വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള തബൂക്കിലേക്കുള്ള സൈനിക നീക്കവും ആ യുദ്ധത്തെ തുടർന്നുള്ള ഇസ്ലാമിക സൈന്യത്തിന്റെ വിജയവുമാണ്. അത് പ്രധാനമാകുന്നത് ഹിജ്റ 9 എന്ന് പറയുന്നത് ഹുദൈബിയ സന്ധിക്ക് ശേഷം, ഹിജ്റ 6-ലെ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിക പ്രബോധനത്തിന് അനുകൂലമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സമാധാന സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി യുദ്ധങ്ങളുടെയും വാളിന്റെയും തണലിലല്ല, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഒരുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ആശയ പ്രചാരണത്തിന്റെ തണലിലാണ് ഇസ്ലാം ലോകത്ത് മനസ്സുകളെ കീഴടക്കി, മനുഷ്യ മനസ്സുകളെ കീഴടക്കി ഇസ്ലാമിന്റെ ഒരു വ്യാപനവും പ്രചാരവും സാധ്യമാക്കിയിട്ടുള്ളത് എന്ന ഉത്തമ തെളിവിന്റെ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കടന്നുപോയത് ഹുദൈബിയ സന്ധിയെ തുടർന്നാണ്. അതിനുശേഷം തീർത്തും രക്തരഹിതമായ സ്വഭാവത്തിൽ മക്ക വിജയം സംഭവിക്കുന്നു. അങ്ങനെ അറേബ്യയിൽ മുഴുവനായി ഇസ്ലാമിന്റെ ഒരു ആധിപത്യം, ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി കടന്നു വരുന്നതിന്റെ ഒരു ആദ്യഘട്ടം സംഭവിക്കുന്ന അതേ വേളയിലാണ് മറുഭാഗത്ത് സിറിയൻ അതിർത്തി പ്രദേശങ്ങളിൽ സീസർ, റോമൻ സാമ്രാജ്യത്തിന്റെ അധിപൻ സീസർ മുസ്ലിംകൾക്കെതിരെ സൈനിക നീക്കം തുടങ്ങുന്നത്. നേരത്തെ ഉണ്ടായ ഒരു സൈനിക പോരാട്ടത്തിൽ, മുഅ്ത യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പരാജയത്തിന്റെ നാണം മറക്കാനും അതിന്റെ പ്രതികാര വാഞ്ചയോടും കൂടിയാണ് മുസ്ലിങ്ങളെ പാടെ അവരുടെ ഈ മുന്നേറ്റത്തെ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി ആ മേഖലകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച പ്രബോധകരെ വധിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ സീസറിന്റെ പടനീക്കത്തെ കുറിച്ച് അറിഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിപരീതമായി എവിടേക്കാണ് സൈനിക നീക്കം നടത്തുന്നതെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് വളരെ ദീർഘമായ ഒരു യാത്രയാണ് ഇവരെന്ന് സഹാബികളെ മുൻകൂട്ടി അറിയിച്ചു മദീനയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. വളരെ സന്നിഗ്ധമായ, പ്രയാസകരമായ കാലാവസ്ഥയും ജീവിത സാഹചര്യവുമുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ പടനീക്കത്തിനൊടുവിൽ നേരത്തെ മുഖ്യയിൽ
3000 സൈന്യത്തെ, മുസ്ലിം സൈന്യത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അല്ലാതെയുള്ള ഒരു സൈന്യത്തെ എതിരിടേണ്ടി വന്നപ്പോൾ, 1,00,000 വരുന്ന റോമൻ സൈന്യത്തിന് എതിരിടേണ്ടി വന്നപ്പോൾ പരാജയമാണുണ്ടത് ഉണ്ടായത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സാക്ഷാൽ മദീന രാഷ്ട്രത്തിന്റെ തലവൻ മുഹമ്മദ് 30,000 വരുന്ന തന്റെ അനുയായികളുമായിട്ടാണ് സൈനിക നീക്കം നടത്തുന്നത് എന്നറിഞ്ഞ, ഇപ്പുറത്ത് തങ്ങളുടെ കൈവശം, തന്റെ കൈവശം 2,00,000-ലധികം വരുന്ന വലിയ ഒരു സൈന്യമുണ്ട് എന്നതറിഞ്ഞിട്ടും മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തെപ്പോഴും ധർമ്മയുദ്ധങ്ങൾ അതിന്റെ ഗതി നിർണയിക്കുന്നത് കേവലമായ ഭൗതികമായ മാനദണ്ഡങ്ങളല്ല, ആൾശേഷിയോ ആയുധശേഷിയോ അല്ല, ധർമ്മയുദ്ധങ്ങളിൽ, സത്യവും അസത്യവും തമ്മിലുള്ള, നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഗതി നിർണയിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്, തൊട്ടുമുമ്പ് മുത്തയിൽ ആ അനുഭവം ഉണ്ടായതുകൊണ്ട് 2,00,000-ലധികം വരുന്ന സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് 30,000 വരുന്ന റസൂലിന്റെ സൈന്യത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ പിൻവാങ്ങിക്കളയുകയാണ് സീസർ ചെയ്തത്. അങ്ങനെയാണ് തബൂക്ക് യുദ്ധം മുസ്ലിം സൈന്യത്തിന്റെ നീണ്ട 20ഓളം ദിവസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാഗത്ത് നിന്ന്, റോമൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സൈനിക നീക്കം ഇനിയും ഉണ്ടായേക്കുമോ എന്ന് കരുതി കാത്തിരിക്കുകയും ഒടുവിൽ സഹാബത്തിനോട് നടത്തിയ കൂടിയാലോചനയെ തുടർന്ന് ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരുത്തി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തിരിഞ്ഞു പോരുകയുമാണ് ചെയ്തത്. ധാരാളം ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ധാർമ്മിക ജീവിതത്തിലേക്ക്, വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു തബൂക്ക് എന്ന് പറയുന്നത്. തബൂക്ക് ലോകത്തുടനീളം, മക്കയിലെ ഒരാധിപത്യത്തിന് പുറത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിനെ കുറിച്ചുണ്ടാക്കിയ മതിപ്പും, ഇസ്ലാമിലേക്ക് യഥാർത്ഥത്തിൽ തന്നെയും എന്നത് അക്ഷരം പ്രതി പുലരും വിധത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ സാഹചര്യമൊരുക്കുകയും ചെയ്തിട്ടുള്ള മഹാസംഭവമാണ് തബൂക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് റജബിൽ സംഭവിച്ചിട്ടുള്ള സുപ്രധാനമായ വിശദാംശങ്ങളില്ലാതെ മാറക്കത്തുൽ ഹുത്തീൻ ചരിത്രത്തിലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ഒരു കൊടിയടയാളമാണത്. സലാഹുദ്ദീൻ അയ്യൂബി നേതൃത്വം നൽകിയിട്ടുള്ള ഖുദ്സിന്റെ വിമോചനം, മസ്ജിദുൽ അഖ്സയുടെ വിമോചനം എന്ന് പറയുന്നത് അന്യായമായ 88 വർഷക്കാലത്തെ കുരിശുപടയുടെ അധിനിവേശത്തിൽ നിന്ന് ഖുദ്സ് പട്ടണത്തെയും മസ്ജിദുൽ അഖ്സയെയും വിമോചിപ്പിക്കാൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മഹാനായ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ. റജബ് 27 ആണ് ഒരു യുദ്ധത്തെ തുടർന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഇത്തിഫാഖിനെ തുടർന്ന്, പരസ്പര ധാരണയോടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയതിനെ തുടർന്ന് സലാഹുദ്ദീൻ അയ്യൂബിയുമായിട്ട് ഏർപ്പെടേണ്ടി വന്ന ഒരു ഇത്തിഫാഖ്, ഒരു കരാറിനെ തുടർന്ന് ആണ് റജബ് 27 ഒരു സന്ദർഭത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് പട്ടണത്തിലേക്കും മസ്ജിദുൽ അഖ്സയിലേക്കും കടന്നു വരികയും അധിനിവേശത്തിന് മുമ്പുള്ള ഇസ്ലാമിക പൈതൃകങ്ങളെയൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആവേശകരമായ ചരിത്രം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായി ഖുദ്സുമായി ബന്ധപ്പെട്ടും മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. ആ ചരിത്രം അവിടെ നിൽക്കെ തന്നെ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും ഈ മാസത്തിലാണ് എന്നത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു വർഷത്തിലധികം 1.5 വർഷക്കാലം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിനൊടുവിൽ, യുദ്ധങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ആ യുദ്ധത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടട്ടെ
എന്ന് തീരുമാനിച്ച് ആ യുദ്ധമുഖത്ത് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുക. ഇസ്ലാമായിട്ട് ഒരു യുദ്ധത്തിനും നേതൃത്വം കൊടുക്കുകയില്ല. യുദ്ധം ഇസ്ലാമിന് പഥ്യമുള്ള കാര്യമല്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ചിന്താപരവും ദാർശനികവും ആശയസമ്പുഷ്ടവുമായ ഒരു ദർശനമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആ ദർശനത്തിന് സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ആശയ സംവാദത്തിന്റെയും ഇസ്ലാമിക പ്രബോധനത്തിന്റെയും തണലിൽ വളരാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഇസ്ലാം എല്ലായ്പ്പോഴും പരമാവധി കോംപ്രമൈസ് ചെയ്ത് സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് ശ്രമിക്കുക. ആ സമാധാന അന്തരീക്ഷത്തിലുള്ള ഇസ്ലാമിക പ്രബോധനം തടയപ്പെടുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് തബൂക്ക് സംഭവിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് മുഅ്ത സംഭവിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് തൂഫാനുൽ അഖ്സ സംഭവിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് മഅറക്കത്തു ഹിജ്ജീൻ സംഭവിക്കേണ്ടി വന്നു എന്നതൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള മറുപടി അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ അള്ളാഹുവിന്റെ ഹിദായത്ത് കണ്ടെത്താൻ അവരുടെ മുമ്പിൽ ഭരണാധികാരികൾ സ്വേച്ഛാപരമായി തടസ്സം നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആ തടസ്സങ്ങളെ തട്ടിമാറ്റാനുള്ള ജനങ്ങളിലേക്ക് സ്വതന്ത്രമായി അള്ളാഹു അവർക്ക് കനിഞ്ഞേകിയ സന്മാർഗ ദർശനത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ തടസ്സങ്ങളെ തട്ടിമാറ്റാൻ ഇസ്ലാമിന് ആയുധപ്രയോഗം നടത്തേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. തബൂക്കിന് മുന്നോടിയായി സംഭവിച്ചിട്ടുള്ള മുഅ്ത യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം ആ പ്രദേശങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പഠിപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ള സൈനികരല്ലാത്ത ഇസ്ലാമിക പണ്ഡിതന്മാരായ 15 സഹാബി വര്യന്മാരിൽ ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും ആ ഭാഗത്തുള്ള ക്രിസ്ത്യൻ സമൂഹം കൊന്നുകളഞ്ഞതിനോടുള്ള പ്രതികരണമായിട്ടാണ് മുഅ്ത സംഭവിക്കുന്നത്. മുഅ്ത യുദ്ധത്തിന്റെ സ്വാഭാവികമായ പ്രതികരണം എന്നുള്ള നിലക്കാണ് തബൂക്ക് എന്ന് പറയുന്ന മഹാസംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നടക്കുന്നത്. അപ്പൊ ആ നിലക്ക് ആണ് എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലെ യുദ്ധം പഥ്യമല്ല, സമാധാനമാണ് ഇസ്ലാമിന്റെ വളർച്ചയുടെ തണൽ എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി വാളെടുക്കേണ്ടി വരുമ്പോൾ, ഒരു യുദ്ധം ആവശ്യമായി വരുമ്പോൾ അവിടെ ബലഹീനരായി നിൽക്കുകയില്ല വിശ്വാസി സമൂഹം എന്നതാണ്. വിശ്വാസ സമൂഹത്തോട്, വിശ്വാസി സമൂഹത്തിന് സത്യത്തോടും നീതിയോടും ധർമ്മത്തോടുമുള്ള പ്രതിബദ്ധതയുടെ ആഴവും പരപ്പും എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യത്തിന്റെ ഒരു സംസ്ഥാപനം, നീതിയുടെ സംസ്ഥാപനം അത് സാധ്യമാക്കേണ്ടത്, അതിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യുദ്ധമാണെങ്കിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള ആ യുദ്ധത്തിലേക്ക്, ആ പോരാട്ടത്തിലേക്ക് വിശ്വാസികൾ അവരുടെ വിശ്വാസപരവും ധാർമ്മികവുമായ കരുത്തുകൊണ്ട്, ഒരിക്കലും ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഭൗതിക ശേഷി കൊണ്ടുമല്ല അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമെന്നതാണ്. അങ്ങനെ യുദ്ധങ്ങൾക്കൊടുവിൽ ആ ധാർമ്മിക ശക്തിക്ക് മുമ്പിൽ, ആ സ്വതറിന് മുമ്പിൽ, ആ സബാത്തിന് മുമ്പിൽ, ആ യുഗത്തിന് മുമ്പിൽ ശത്രു പക്ഷം പരാജയപ്പെട്ടു പോകും. അവർക്ക് ആയുധങ്ങളുടെ കുറവുണ്ടായിരുന്നില്ല. അവർക്ക് ചുറ്റുഭാഗത്തുള്ള ഇസ്ലാം വിരോധികളുടെ പിന്തുണയുടെ കുറവുണ്ടായിരുന്നില്ല. അവർക്ക് സാക്ഷാൽ മുനാഫിക്കുകളുടെ തന്നെയും പിന്തുണയുടെ പിൻബലമില്ലാതിരുന്നിട്ടില്ല. റസൂൽ തബൂക്കിലേക്ക് പുറപ്പെടുമ്പോൾ അപ്പുറത്ത് റസൂലിന്റെ കൂടെ എന്ന് വരുത്തിയവർ കപടന്മാർ, മുനാഫിക്കുകൾ മദീനയിൽ തന്നെ മസ്ജിദുൽ ദിറാറും സ്ഥാപിച്ച് തബൂക്കിൽ ഇസ്ലാമിക സൈന്യം റസൂലിന്റെ നേതൃത്വത്തിൽ പരാജയപ്പെടുന്നത് സ്വപ്നം കണ്ട് ആ പരാജയം ഉറപ്പിച്ചാലുടൻ മസ്ജിദുൽ ദിറാർ കേന്ദ്രീകരിച്ച് മദീനയിൽ പ്രതിപ്രവർത്തനം നടത്താൻ തീരുമാനിച്ചുറച്ചു നിൽക്കുന്ന സന്ദർഭമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള എല്ലാറ്റിനെയും പരാജയപ്പെടുത്തിയിട്ടാണ് ധാർമ്മികമായ കരുത്തുകൊണ്ട്, വിശ്വാസപരമായ കരുത്തുകൊണ്ട്, സ്വബറുകൊണ്ട്, റിബാത്തുകൊണ്ട് ഇസ്ലാമിക സൈന്യം വിജയം വരിച്ചിട്ടുള്ളത് എന്നതാണ്. പുതിയ കാലഘട്ടത്തിലെ പലസ്തീനിലെ ഖുദ്സ് വിമോചനത്തിന്റെയും മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന്റെയും ഭാഗമായി തുടങ്ങിയ പോരാട്ടമാണ് ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ എന്ന് നമ്മൾ ഈ പുകമറകൾക്കിടയിൽ മറന്നുപോകരുത്. വളരെ കൃത്യമായി ഗസയിലെ, ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ
എന്തുകൊണ്ട് ഒക്ടോബർ 7 ഒരു തൂഫാൻ എന്ന ചോദ്യത്തിന്റെ മറുപടി അവർ പറഞ്ഞിട്ടുള്ളത് ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ വളരെ കൃത്യമായി മസ്ജിദുൽ അഖ്സ ചുട്ടരിക്കപ്പെടാൻ പോവുകയാണ് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അനീതി സംഭവിക്കുന്നതിലേക്ക് കാര്യങ്ങളെ നയിക്കാതെ ലോക ശ്രദ്ധയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഫലസ്തീനിന്റെ അന്യായത്തിന്റെയും അനീതിയുടെയും പ്രശ്നം, ഇസ്രയേൽ അധിനിവേശത്തിന്റെ പ്രശ്നം തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ഈ തൂഫാൻ സംഭവിച്ചിട്ടുള്ളത് എന്നത് ഒക്ടോബർ 7 തന്നെ ഫലസ്തീനിലെ ചെറുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ അവർ വിജയം നേടുകയും വലിയ സന്നാഹങ്ങൾ കപടവിശ്വാസികളടക്കം ഖുദ്സ് വീണ് കിട്ടിയാൽ, ഫലസ്തീൻ വീണ് കിട്ടിയാൽ, ഹമാസ് വീണ് കിട്ടിയാൽ, ഗസ വീണ് കിട്ടിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമാകുമെന്ന് കരുതി കാത്തിരിക്കുന്ന മുനാഫിഖുകളായ അറബ് രാജ്യങ്ങളെ പോലും നിരാശപ്പെടുത്തിക്കൊണ്ട് വരച്ച വരയിൽ നിർത്തി തങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യവസ്ഥകളിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുവരാൻ, അങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരാൻ ഹമാസിനായി അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്കായി എന്നതാണ് ഈ റജബ് മാസത്തിൽ സംഭവിക്കുന്ന സവിശേഷമായ ആവേശകരമായ ഇസ്ലാമിക ചരിത്രത്തിലെ അനുബന്ധം എന്ന് പറയുന്നത്. അതെവിടേക്കാണ് നീങ്ങുക എന്ന് നമുക്കിനിയും പ്രവചിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലാണ്. ഇതൊരു കീഴടങ്ങലാണ്, ഇതൊരു പരാജയമാണ് എന്ന് ഇസ്രയേൽ ഗവൺമെന്റിനകത്ത് നിന്നുകൊണ്ടുള്ള തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നുള്ള കടുത്ത ഭീഷണികൾ എങ്ങനെ മറികടക്കണം എന്നതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ ഈ സമയത്തും ഇസ്രയേൽ പാർലമെന്റിൽ നടത്തുന്നത്. കരാറ്, അംഗീകരിക്കപ്പെട്ട കരാർ നടപ്പിലാക്കുന്നതിന് ഇസ്രയേൽ പാർലമെന്റ് ഇനിയും പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ. കാരണം ഇത് പരാജയമാണെന്ന് അവർ തുറന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട സർക്കാരിനകത്തുള്ള മന്ത്രി തന്നെ ഇത് ഹമാസിനുള്ള കീഴടങ്ങലാണ്, അതുകൊണ്ട് ഈ കരാറിൽ ഒപ്പുവെക്കാൻ പാടില്ല എന്ന പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ പ്രതിസന്ധികൾ അവിടെ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും കരാർ എന്തുവാകുമെന്നുള്ള ഒരു എത്തും പിടുത്തവും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും ലോകത്തിന്റെ മുമ്പിൽ ഐസത്ത് കൊണ്ട്, തങ്ങളുടെ സബാത്ത് കൊണ്ട്, ധൈര്യം കൊണ്ട്, സ്വബർ കൊണ്ട് ഒരു ജനത ഇസ്ലാമിക മാർഗത്തിലുള്ള ധർമ്മസമരത്തിന്റെ മാർഗത്തിൽ, ജിഹാദിന്റെ മാർഗത്തിൽ, ഖുദ്സിന്റെ വിമോചനത്തിന്റെ മാർഗത്തിൽ, മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന്റെ മാർഗത്തിൽ പൊതുചരിതം തീർത്ത ഒരു സന്ദർഭം കൂടിയാണ് റജബ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പകർന്നു തരേണ്ടുന്ന കരുത്തെന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഇസ്ലാമിക സമൂഹം നിരന്തരമായി വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത്, ഭൗതികമായ ആസൂത്രണങ്ങൾക്കപ്പുറത്ത് വിശ്വാസപരവും ധാർമ്മികവുമായ കരുത്ത് പ്രകടിപ്പിക്കുവാനുള്ള ശേഷി നമുക്കുണ്ടാകുമോ എന്ന ചോദ്യമാണ്. അതാണ് ഈ സന്ദർഭങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇസ്രാ മിഅ്റാജിന് തൗഫീഖ് ഉണ്ടാകുവാൻ നമുക്ക് യോഗ്യതയുണ്ടാകുമോ എന്ന ചോദ്യമാണ്. നമസ്കാരമാണ് മുസ്ലിമിന്റെ മിഅ്റാജ് എന്ന് പറയുന്നത്, മുഅ്മിനിന്റെ മിഅ്റാജ് എന്ന് പറയുന്നത്. ഒരു മിഅ്റാജ് അനുഭവിക്കാനുള്ള ഈമാൻ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ നമസ്കാരം പരിശോധിച്ചാൽ മതി എന്നതാണ്. തബൂക്ക് പോലെയുള്ള ഒരു സന്ദർഭത്തിന് നമുക്ക് ശേഷിയുണ്ടാകുമോ അത്രയധികം ദൂരം താണ്ടുവാൻ? എന്നിട്ട് തങ്ങളെക്കാൾ കരുത്തുള്ള 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയെ നേരിടാനുള്ള ആയുധബലമില്ലെങ്കിലും ആൾക്കരുത്തില്ലെങ്കിലും അതിനുള്ള വിശ്വാസപരവും ധാർമ്മികവുമായ കരുത്ത് നമുക്കുണ്ടാകുമോ എന്നതാണ് ചോദ്യം. സലാഹുദ്ദീൻ അയ്യൂബി സാധ്യമാക്കിയതുപോലെ 88 വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് ഖുദ്സിലേക്ക് കടന്നു വരാനുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യം എന്നത് ഇനി യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യമാണ് റജബ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. സലാഹുദ്ദീൻ അയ്യൂബി വിജയിച്ചത് ഇസ്ലാമിക ഉമ്മത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സിറിയയിൽ ദമാസ്കസിൽ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു എന്നതിലാണ്. സിറിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആ അർത്ഥത്തിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്നതാണ്. ദമാസ്കസ് ഒരുങ്ങുക, സിറിയ ഇസ്ലാമിനായി ഒരുങ്ങുക എന്ന് പറയുന്നത് ഹിജ്ജീൻ
യുദ്ധത്തിന്റെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖുദ്സ് വിമോചനത്തിന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വായിച്ചാൽ വലിയ പ്രതീക്ഷകൾ ഉയർത്തുന്ന സംഭവ വികാസങ്ങളാണ് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് ധീരരാകാൻ, കരുത്തരാകാൻ, വിശ്വാസവും ധാർമ്മികതയും മുറുകെ പിടിക്കാൻ നമുക്ക് ശേഷിയുണ്ടാകുമോ എന്ന ചോദ്യം ഈ റജബിലെ സവിശേഷമായ ചരിത്രവർത്തമാന സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നു എന്ന് നമ്മളെല്ലാവരും അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഈമാനികമായി കരുത്താർജിക്കുവാൻ, ധാർമ്മികമായി കരുത്ത് പ്രകടിപ്പിക്കുവാൻ, അതുവഴി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ധാരാളമാണ്. അതിനെയൊക്കെ അതിജയിച്ച് മുന്നോട്ട് പോകുവാൻ ഉള്ള തുണയും തൗഫീഖും സഹായവും അവന്റെ ഭാഗത്ത് സവിശേഷമായി പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا إننا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المجاهدين في فلسطين وفي سوريا. اللهم انصرهم واهزم أعداءهم أجمعين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.